ഹലോ, എല്ലാവർക്കും നാത്തൂൻ സ്പൈസ് വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ഗ്രിൽ ചിക്കൻ റെസിപ്പിയാണ്. ഇറക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ചിക്കൻ്റെ ലെഗ് പീസാണ് എടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലത്തെ വലിയ പീസസ് വേണം എടുക്കാനായിട്ട്. അതൊന്ന് നന്നായിട്ട് വരഞ്ഞ ശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പും നാരങ്ങ നീരും ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ നല്ല സോഫ്റ്റും ആവും, ജ്യൂസി ആവും. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിന് ശേഷമാണ് ഗ്രില്ല് ചെയ്യാനുള്ള മസാല ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യുന്നത്. അരമണിക്കൂർ കഴിഞ്ഞു. കണ്ടോ, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ എല്ലാ വശങ്ങളിലും നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസ് ചെയ്യുമ്പോൾ പരമാവധി തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ചിക്കന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന പേസ്റ്റിൻ്റെ 1 ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം. നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ അതൊന്ന് ബ്രഷ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുക. നന്നായി മാരിനേറ്റ് ചെയ്ത ശേഷം അടച്ച് ഒരു 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. വെച്ച ശേഷം ഫ്രിഡ്ജിൽ വേണം 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. ഇപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞു. കണ്ടോ, ചിക്കനിലേക്ക് ആ മാരിനേറ്റ് ചെയ്ത പേസ്റ്റൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം. അതിനായി ഓവൻ ഹീറ്റ് ചെയ്യുക. ആദ്യം ഞാൻ ഓവൻ 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നത്. അതിനുശേഷം ഓവനിൽ ഇതുപോലത്തെ റാക്കിൽ വേണം നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട്. ചിക്കൻ പീസസ് ഓരോന്നോരോന്നായി എടുത്ത് വയ്ക്കാം. ഇനി ഒരു 20 മിനിറ്റിന് ശേഷമാണ് നമ്മൾ അടുത്ത ഡിഗ്രിയിലേക്ക് മാറ്റുന്നത്. ഓരോ ഓവനനുസരിച്ചും ഇതിൻ്റെ ടൈമിന് വ്യത്യാസം ഉണ്ടായിരിക്കും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചു വിടാൻ മറന്നു പോകരുത്, എങ്കിൽ 2 വശം ഒരുപോലെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടുകയുള്ളൂ. 20 മിനിറ്റിന് ശേഷം ഞാൻ 150 ഡിഗ്രിയിലേക്ക് മാറ്റി കൊടുത്തിരുന്നു. കണ്ടോ, ചിക്കനിൽ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒരു മിക്സ് മാറ്റി വെച്ചിരുന്നില്ലേ മാരിനേറ്റ് ചെയ്യാനുള്ളത്, അതിൽ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത ശേഷം അത് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഗ്രിൽ ചിക്കൻ്റെ ടേസ്റ്റ് ഇരട്ടിയാക്കുമേ. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് 30 മിനിറ്റിന് ശേഷം ഞാൻ ഗ്രിൽ മോഡിലേക്ക് മാറ്റിയിരുന്നു. എനിക്ക് ഏകദേശം 45 മിനിറ്റോളം വേണ്ടി വന്നു ചിക്കൻ ഗ്രില്ല് ചെയ്ത് വരാൻ. അവരവരുടെ ഓവൻ അനുസരിച്ച് ഈ സമയത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരാനിടയുണ്ട്. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓവൻ തുറന്ന് നോക്കി ചിക്കൻ വെന്തോ എന്ന് ഉറപ്പ് വരുത്തണം. ഗ്രിൽ മോഡിൽ 2 സൈഡും 10 മിനിറ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഡബിൾ ഗ്രില്ലിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ ആകെ എനിക്ക് 45 മിനിറ്റോളം എടുത്തു. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ്. പിന്നെ എണ്ണയിലിട്ട് വറക്കുന്നതൊന്നും അല്ലാത്തത് കൊണ്ട് ഹെൽത്തിയുമാണ്. ഇനി ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ റെസിപ്പി ഫോളോ ചെയ്യാൻ മറക്കരുതേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി വീണ്ടും കാണാം. ബൈ.